നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മഹാകുംഭമേളയിൽ മാലകൾ വിൽക്കാൻ വന്ന മൊണാലിസ എന്ന പെൺകുട്ടി ദിവസങ്ങൾക്കുള്ളിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയത്. ഈ അടുത്തിടെ വീണ്ടും ശ്രദ്ധ നേടിയത് മൊണാലിസയുടെ വിവാഹ വാർത്തയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മൊണാലിസ ഭോസ്ലെയുടെയും നടനായ മുഹമ്മദ് ഫർഹാന്റെയും വിവാഹം നടന്നത്. വിവാഹത്തിന് പിന്നാലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിലാണ് മൊണാലിസ സംവിധായകൻ സനോജ് മിശ്രയിൽ നിന്നും താൻ നേരിട്ട ലൈംഗിക അതിക്രമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോൾ സംഭവത്തിൽ നിർണായകമായൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ. മൊണാലിസയും ഫർമാനും തമ്മിലുള്ള വിവാഹത്തെ താൻ എതിർത്തിരുന്നുവെന്നും ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതെന്നുമാണ് സംവിധായകൻ അവകാശപ്പെടുന്നത്. മൊണാലിസയുടെ കുടുംബത്തിലെ 7-8 അംഗങ്ങൾ ഇപ്പോഴും ഉജ്ജയിനിലെ തന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നും മിശ്ര പറഞ്ഞു. മകൾ പറയുന്നത് കള്ളമാണെന്നും അവർക്ക് ഈ വിവാഹത്തോട് തീരെ താല്പര്യമില്ലായിരുന്നുവെന്നും വ്യക്തമാക്കുന്ന മൊണാലിസയുടെ മാതാപിതാക്കളുടെ വീഡിയോകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ പേര് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് മൊണാലിസയ്ക്കെതിരെ ഉടൻ തന്നെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് സംവിധായകൻ വ്യക്തമാക്കി. താൻ നേരിട്ട ദുരനുഭവങ്ങൾ വീട്ടുകാരോട് പറഞ്ഞെങ്കിലും ആദ്യത്തെ സിനിമയല്ലേ എന്ന് പറഞ്ഞ് വീട്ടുകാർ തള്ളിക്കളഞ്ഞുവെന്നായിരുന്നു മൊണാലിസ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തനിക്ക് 18 വയസ്സാകുന്നതിന് മുൻപാണ് സനോജ് മിശ്രയിൽ നിന്നും ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതെന്നും മൊണാലിസ വ്യക്തമാക്കിയിരുന്നു.